നമസ്കാരം. 2025ഓടെ നക്സലുകളെ ഭാരതത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ഉറപ്പ് നൽകിയത് മറ്റാരുമല്ല, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ആ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. 3 വർഷത്തിനകം രാജ്യം നക്സൽ ശല്യത്തിൽ നിന്നും പൂർണ്ണമായും മോചിതരാകുമെന്ന് നക്സലുകൾക്ക് മുൻപ് തന്നെ അമിത്ഷാ താക്കീത് നൽകിയതാണ്. ഇതിനിടയിൽ നൂറുകണക്കിനോളം നക്സലുകൾ സ്വമേധയാ കീഴടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ 4 ഭീകരർക്ക് കൂടി അന്ത്യം കുറിച്ചിരിക്കുകയാണ് സുരക്ഷാ സേന. ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് 4 ഭീകരരെ സുരക്ഷാ സേന വധിച്ചത്. ഇന്നലെ വൈകിട്ട് മുതലാണ് അതിർത്തിയിൽ സുരക്ഷാ സേനയുടെ പ്രത്യേക ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. പോലീസും സുരക്ഷാ സേനയും സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ വലിയ ഏറ്റുമുട്ടൽ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് ഹെഡ് കോൺസ്റ്റബിൾ സന്നു കാരമാണ് വീരമൃത്യു വരിച്ചത്. നക്സലുകൾ ഒളിച്ചു താമസിക്കുന്ന അബുജ്മാർ മേഖലയിൽ വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. ഇന്നലെ വൈകിട്ട് മുതലാണ് അതിർത്തി സുരക്ഷാ സേനയുടെ പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. CRPF സംഘങ്ങളെ കൂടാതെ നാരായൺപൂർ, ദന്തേവാഡ, ജഗദൽപൂർ, കൊണ്ടഗൻ ജില്ലകളിലെ പോലീസ് സംഘങ്ങളും ഓപ്പറേഷന്റെ ഭാഗമായി മാറി. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലുകൾക്കൊടുവിലാണ് ഭീകരരെ കണ്ടെത്തിയത്. സേനാംഗങ്ങളെ കണ്ടതോടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ഓപ്പറേഷനിൽ വെടിക്കോപ്പുകളും മാരകായുധങ്ങളും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. AK-47 സെൽഫ് ലോഡിംഗ് റൈഫിളുകൾ അഥവാ SLR തുടങ്ങിയ ഓട്ടോമാറ്റിക് ആയുധങ്ങൾ സംയുക്ത പരിശോധനയ്ക്കിടെ മേഖലയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. പോലീസിലെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഓപ്പറേഷനിൽ പങ്കെടുക്കുകയും ചെയ്തു. വനമേഖലകൾ കേന്ദ്രീകരിച്ച് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു ഓപ്പറേഷൻ. മുൻപും ഈ മേഖലയിൽ നിന്ന് ഭീകരരെ പിടികൂടിയിട്ടുമുണ്ട്. ബസ്തറും ബീജാപൂരും ഉൾപ്പെടെയുള്ള വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം നടക്കുന്നത്. ഈ മേഖലകൾ ഹോട്ട്സ്പോട്ടുകളായി കണക്കിലെടുത്താണ് സുരക്ഷാ സേനകളുടെ പ്രവർത്തനം. ശക്തമായ തെരച്ചിലും മാവോയിസ്റ്റ് വിരുദ്ധ ക്യാമ്പയിനുകളും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സുരക്ഷാ സേന ശക്തമാക്കിയിട്ടുണ്ട് താനും. ഏറ്റുമുട്ടലുകൾ തുടരുന്നതിനാൽ അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം നിരോധിത മാവോയിസ്റ്റ് സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന് ഒരാളെ ജാർഖണ്ഡിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. NIA ആണ് അറസ്റ്റ് ചെയ്തത്. ജാർഖണ്ഡിലെ ബൊക്കാറോ സ്വദേശിയായ ബച്ച സിംഗ് ആണ് അറസ്റ്റിലായത്. സംഘടനയ്ക്ക് വേണ്ടി പണം പിരിക്കുന്നതിൽ പ്രധാനിയാണ് ഇയാളെന്ന് NIA അന്വേഷണത്തിൽ കണ്ടെത്തി. NIA അന്വേഷിക്കുന്ന മറ്റൊരു കേസിൽ ഉൾപ്പെട്ട ഭീകര സംഘടനയായ MSSലെ അംഗം കൂടിയാണ് അറസ്റ്റിലായ ബച്ച സിംഗ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. MSSലെ ഭീകരരുമായി പ്രതിക്ക് ഇപ്പോഴും ബന്ധമുണ്ട് എന്നാണ് NIAയുടെ കണ്ടെത്തൽ. ജാർഖണ്ഡിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും സംഘങ്ങൾ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. നിരവധി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയതായും NIA അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2022 രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായിട്ടാണ് പ്രതിയെ പിടികൂടിയത്. ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് 2023 NIA ഏറ്റെടുക്കുകയായിരുന്നു. കേസിൽ 3 മാവോയിസ്റ്റുകളെ നേരത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.